മറ്റുള്ളവരുടെ മനസ്സിൽ വേദനയുണ്ടാക്കുക, ആൾക്കാരുടെ മനസ്സിൽ വെറുപ്പും വേദനയും നിർമ്മിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. മനസ്സ് വേദനിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. അതാരാവട്ടെ, നമ്മൾ അറിയുന്നവരാവണം അറിയാത്തവരാവണം എന്നൊന്നുമില്ല. ആക്രമിക്കപ്പെട്ടവന്റെ, മനസ്സ് വേദനിപ്പിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനക്കും റബ്ബിനുമിടയിൽ അള്ളാഹ് ഒരു മറ വെച്ചിട്ടില്ല. അതാരായാലും, മൃഗമാണെങ്കിൽ പോലും കിട്ടും. നിങ്ങൾ വേദനിപ്പിക്കുന്നത് മൃഗമാണെങ്കിൽ പോലും അത് കിട്ടും. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യുദ്ധ സമയത്ത് സൈന്യത്തെയും കൂട്ടി പുറപ്പെടുക. പെട്ടെന്നൊരു സ്വഹാബി ഒരു ഇടവഴി ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നബി തങ്ങളെ, ഈ ഇടവഴിയിലൂടെ പോയാൽ നമുക്ക് വേഗം ആ ഒരു സ്ഥലത്തേക്ക് എത്താം, ശത്രുക്കളെ പ്രതിരോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച ഇടയിലേക്ക് മാറ്റി. പെട്ടെന്ന് നബി തങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, വേണ്ട, ഈ ഇടയിലൂടെ നമുക്ക് പോകാൻ അനുവാദമില്ല. അത്ഭുതത്തോടെ സഹാബത്ത് ചോദിച്ചു, എന്തേ നബിയെ? ഉറുമ്പ് കൂട്ടങ്ങൾ ധാന്യമണികളുമായി നീങ്ങുന്നത് കണ്ട് നബി തങ്ങൾ പറഞ്ഞു, ആ ഉറുമ്പ് കൂട്ടങ്ങൾക്കും സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, അവയെ നമ്മൾ ഒരിക്കലും കൊല്ലാൻ പാടില്ല. എന്റെ കുളമ്പുകൾ എങ്ങാനും ആ ഉറുമ്പിന്റെ കാലുകളിൽ പതിഞ്ഞാൽ ആ കരച്ചിലിനും എന്റെ റബ്ബിനോട് ഞാൻ കണക്ക് പറയേണ്ടി വരും എന്ന ഭയപ്പാടോടെ ആ മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിച്ചൊരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ, അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അവരുടെ മനസ്സ് വേദനിപ്പിക്കുകയോ ശരീരം മുറിപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു ഇടപാട് ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ഇന്ന് പലരെയും സംബന്ധിച്ചിടത്തോളം പറഞ്ഞതിന്റെ പേരിൽ ആ മനോവേദന, അല്ലേ? ഉണ്ടാക്കി പറഞ്ഞതിന്റെ പേരിലും കൊള്ളിച്ചു പറഞ്ഞതിന്റെ പേരിലും പരദൂഷണം പറഞ്ഞതിന്റെ പേരിലും എത്ര മനസ്സുകളാ മനുഷ്യരെ നമ്മൾ കാരണം കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നറിയോ? ഇതൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാകും. നമ്മളെന്നോ പറഞ്ഞൊരു സൂചനയായിരിക്കും, ഒരു അപവാദമായിരിക്കും. ഇന്നും ആ കുടുംബത്തിൽ അവർക്കൊരു തീരാ സങ്കടമായിട്ട് മനസ്സ് കൊണ്ടടക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ കാണുമ്പോൾ അയാൾ മനസ്സ് വെറുത്തു പോകുന്നുണ്ടെങ്കിൽ, അതിന്റെ പേരിൽ നമ്മളെ മുന്നിലേക്ക് വരാൻ പോലും അയാൾ മടിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊള്ളുക. പറഞ്ഞതും ചെയ്തു വെച്ചതും മറച്ചു വെച്ചതും ആരും അറിയില്ല അറിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ചിന്തിച്ചു കൂട്ടിയതുമൊക്കെ നാളെ പടച്ച റബ്ബിന്റെ മുൻപിൽ അള്ളാഹു നമുക്ക് മുൻപിൽ കാണിച്ചു തരുമ്പോ അതിന്റെ പേരിൽ മനസ്സ് വേദനിച്ച ഒരാളെങ്കിലും ആഖിറത്തിൽ അള്ളാന്റെ മുൻപിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെ പ്രാർത്ഥന ദുനിയാവിലുള്ളത് മാത്രമല്ല, നമ്മൾ ചെയ്ത നന്മകൾ പോലും ആഖിറത്തിൽ പടച്ചോൻ പരിഗണിക്കാതിരിക്കുന്ന